വി.എസിനെതിരായ മാനനഷ്ട കേസിൽ ഉമ്മൻചാണ്ടിക്ക് കോടതിയുടെ രൂക്ഷ വിമർശനം. കോടതിയെ രാഷ്ട്രീയ കളിക്ക് വേദിയാക്കരുതെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. മുഖ്യമന്ത്രി പ്രതിയായ 12 കേസുകളുടെ പട്ടിക വി.എസ് കോടതിയിൽ സമർപ്പിച്ചു. വിശദാംശങ്ങൾ ജിതിൻ നൽകും. ജിതിൻ, കോടതി ഉമ്മൻചാണ്ടിയുടെ ഈ പറയുന്ന ഹർജി പരിഗണിച്ച ശേഷം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഹർജി തള്ളിയത്? ഉമ്മൻചാണ്ടി നൽകിയ മാനനഷ്ട കേസ് പരിഗണിക്കവെയാണ് തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതി ഉമ്മൻചാണ്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ കളിക്ക് കോടതിയെ വേദിയാക്കരുത് എന്നായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി കെ.പി. ഇന്ദിരയുടെ വിമർശനം. കടുത്ത ഭാഷയിലാണ് ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകൻ എ. സന്തോഷ് കുമാറിനോട് കെ.പി. ഇന്ദിര ഇക്കാര്യം പറഞ്ഞത്. രാഷ്ട്രീയ കളിക്ക് കോടതിയെ വേദിയാക്കരുത് എന്ന് അവർ പറഞ്ഞു. ഒപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് എ. സന്തോഷ് കുമാർ. അതുകൊണ്ട് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിലാണോ അതോ ഉമ്മൻചാണ്ടിയുടെ വക്കീൽ എന്ന നിലയിലാണോ താങ്കൾ കോടതിയിൽ ഹാജരായത് എന്നും കോടതി ചോദിക്കുകയുണ്ടായി. സ്വന്തം നിലയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ വക്കീൽ എന്ന നിലയിലാണ് താൻ കേസ് വാദിക്കുന്നത് എന്നായിരുന്നു എ. സന്തോഷ് കുമാറിന്റെ ആ സമയത്തെ മറുപടി. ഒപ്പം തന്നെ താൻ ഉന്നയിച്ച ആരോപണങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുന്നു എന്ന് വി.എസ് കോടതിയെ അറിയിക്കുകയും ചെയ്തു. നിലവിൽ ഇന്ന് രാവിലെ വരെ മാത്രം 12 കേസുകൾ ലോകായുക്തയിൽ മാത്രം ഉമ്മൻചാണ്ടിക്കെതിരെ നിലവിലുണ്ട് എന്നും വി.എസിന്റെ അഭിഭാഷകൻ ചെറിയന്നൂർ ശശിധരൻ നായർ കോടതിയിൽ വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ 12 കേസുകളുടെ പട്ടിക കോടതിയിൽ വി.എസിന്റെ അഭിഭാഷകൻ ഹാജരാക്കുകയും ചെയ്തു. ഒപ്പം വി.എസിന്റെ പ്രസംഗങ്ങൾ, ഇനിയുള്ള ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ തടയണം എന്ന് ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടപ്പോഴാണ് കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനമുണ്ടായത്. രാഷ്ട്രീയ കളിക്ക് കോടതിയെ വേദിയാക്കരുത് എന്ന് അപ്പോഴാണ് കോടതി പറഞ്ഞത്. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ നീക്കങ്ങൾക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. രാഷ്ട്രീയ കളിക്ക് കോടതിയെ വേദിയാക്കരുത് എന്ന് പറഞ്ഞതോടുകൂടി ഉമ്മൻചാണ്ടി നടത്തുന്നത് രാഷ്ട്രീയ കളിയാണ് എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കാവുന്നതാണ്. ഒപ്പം തന്നെ എതിർ സത്യവാങ്മൂലം വി.എസിന് സമർപ്പിക്കാനായി വി.എസിന്റെ അഭിഭാഷകൻ 2 ആഴ്ച സമയം ആവശ്യപ്പെടുകയുണ്ടായി. തന്റെ കക്ഷി മലമ്പുഴയിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹത്തിൽ നിന്നും നേരിട്ടെടുക്കേണ്ടതിനായി തനിക്ക് സമയം ആവശ്യമുണ്ട്. ഇതിനാൽ 2 ആഴ്ച എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാനായി സമയം അനുവദിക്കണമെന്നായിരുന്നു വി.എസിന്റെ അഭിഭാഷകന്റെ ആവശ്യം. ഇതനുസരിച്ച് കോടതി എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാനായി 2 ആഴ്ച സമയം അനുവദിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടാകും. തീർച്ചയായും തുടർ നടപടികൾ 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. എന്തായാലും കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും വലിയൊരു തിരിച്ചടിയാണ് ഉമ്മൻചാണ്ടിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. പ്രജീഷ്, ജിതിൻ ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. മെഡിക്കൽ ഡെന്റൽ പ്രവേശനത്തിന് സംസ്ഥാന സർക്കാരുകളും സ്വകാര്യ മാനേജ്മെന്റുകളും നടത്തിയ പ്രവേശന പരീക്ഷ റദ്ദാക്കേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. ഈ വർഷം നീറ്റ് നടപ്പാക്കുന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുവെന്ന് അറ്റോർണി ജനറൽ കോടതിയിൽ നിലപാടെടുത്തു. ഈ സാഹചര്യത്തിൽ കേസ് 3 മണിക്ക് പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. വെള്ളാപ്പള്ളിക്കും സർക്കാർ വക ഭൂമി. കോട്ടയം തിക്കോയിയിൽ സൗജന്യമായ സർക്കാർ പതിച്ചു നൽകിയത് 25 ഏക്കർ. SNDPക്ക് ക്ഷേത്രാവശ്യങ്ങൾക്ക് നൽകിയ ഭൂമി പിന്നീട് SN ട്രസ്റ്റിന് കൈമാറുകയായിരുന്നു. ഭൂമി അനുവദിച്ചത് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ. രേഖകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. ഇടുക്കി കോട്ടയം ജില്ലാ അതിർത്തിയിൽ അതീവ പാരിസ്ഥിതിക ദുർബല പ്രദേശമായ വാഗമണ്ണിനോട് ചേർന്നുള്ള 10 ഏക്കർ ഭൂമിയാണ് വെള്ളാപ്പള്ളി നടേശൻ സെക്രട്ടറിയായ SN ട്രസ്റ്റിന് സൗജന്യമായി പതിച്ചു നൽകിയത്. SNDP യോഗം മീനച്ചിൽ താലൂക്ക് യൂണിയന് ക്ഷേത്രം നിർമ്മിക്കാനും സാംസ്കാരിക കേന്ദ്രം പണിയാനുമായി 2012 മാർച്ചിൽ 25 ഏക്കർ ഭൂമി ആദ്യം പതിച്ചു നൽകി. പിന്നീട് വെള്ളാപ്പള്ളി നടേശന്റെ പ്രത്യേക അപേക്ഷയെ തുടർന്ന് ഉത്തരവിൽ ഭേദഗതി വരുത്തി 2012 സെപ്റ്റംബറിൽ 10 ഏക്കർ ഭൂമി SN ട്രസ്റ്റിന് കൈമാറുകയായിരുന്നു. 2 വിവാദ ഉത്തരവുകളിലൂടെയാണ് ഭൂമി കൈമാറ്റം നടന്നത്. SNDP യൂണിയന് സാംസ്കാരിക ആവശ്യത്തിന് 10 ഏക്കർ ഭൂമി നൽകുന്നു എന്നായിരുന്നു ആദ്യ ഉത്തരവ്. എന്നാൽ ഇത് പിന്നീട് SN ട്രസ്റ്റിന് സാംസ്കാരിക വിദ്യാഭ്യാസ ആവശ്യത്തിന് എന്നാക്കി മാറ്റി. ക്ഷേത്ര ആവശ്യത്തിനെന്ന പേരിൽ വെള്ളാപ്പള്ളിക്ക് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം നടത്താനാണ് ഭൂമി സൗജന്യമായി സർക്കാർ പതിച്ചു നൽകിയത് എന്ന് ഉത്തരവിൽ നിന്ന് തന്നെ വ്യക്തം. ആയിരക്കണക്കിന് പേർ വീട് വയ്ക്കാൻ 1 സെന്റ് ഭൂമി പോലും ലഭിക്കാതെ വലയുമ്പോഴാണ് സർക്കാർ ഭൂമി മത നേതാക്കൾക്കും മതസംഘടനകൾക്കും ക്ലബ്ബുകൾക്കും UDF സർക്കാർ പതിച്ചു നൽകുന്നത്. KG ദിനകർ, തിരുവനന്തപുരം. മെഡിക്കൽ ഡെന്റൽ പ്രവേശനത്തിന് സംസ്ഥാന സർക്കാരുകളും സ്വകാര്യ മാനേജ്മെന്റുകളും നടത്തിയ പ്രവേശന പരീക്ഷ റദ്ദാക്കേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. ഈ വർഷം നീറ്റ് നടപ്പാക്കുന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുവെന്ന് അറ്റോർണി ജനറൽ കോടതിയിൽ നിലപാടെടുത്തു. ഈ സാഹചര്യത്തിൽ കേസ് 3 മണിക്ക് പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. വിവരങ്ങൾ സന്തോഷ് നൽകും. സന്തോഷ്, ഇക്കാര്യത്തിലുള്ള ആശയക്കുഴപ്പം സംസ്ഥാന സർക്കാരുകളുടെ ഒക്കെയും പരിഗണന കൂടി കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം എന്തായാലും സുപ്രീം കോടതിയിൽ നിന്നും ഒരു ആശയക്കുഴപ്പം മാറ്റിയുള്ള ഒരു നിലപാട് പ്രതീക്ഷിക്കാം.
ഒരു പരീക്ഷ മതി, ഏകീകൃത പൊതുപരീക്ഷ വഴി പ്രവേശനം നൽകണം എന്ന സുപ്രീം കോടതി ഉത്തരവിലെ അവ്യക്തതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാർ പ്രധാനമായും 3 ആവശ്യങ്ങളാണ് സുപ്രീം കോടതിക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. ഒന്ന്, പരീക്ഷ 2 ഘട്ടമായി നടത്തുന്നതിന് പകരം 1 ഘട്ടമായി പരീക്ഷ നടത്തണം. മെയ് 1 നടത്താനിരിക്കുന്ന പരീക്ഷ മാറ്റിവെക്കുകയും ജൂലൈ 24 1 ഘട്ടമായി പരീക്ഷ നടത്തണം എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന്. രണ്ടാമതായി, സംസ്ഥാന സർക്കാരുകളും സ്വകാര്യ മാനേജ്മെന്റുകളും നടത്തിയിട്ടുള്ള പരീക്ഷ റദ്ദു ചെയ്യരുതെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നു. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രം പരീക്ഷ നടത്തിയാൽ പോരാ, പകരം പ്രാദേശിക ഭാഷകളിൽ കൂടി പരീക്ഷ എഴുതാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നൽകണം എന്നാണ് അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടുകൾ മൊത്തത്തിൽ പരിശോധിച്ചു നോക്കുമ്പോൾ ഈ വർഷം നീറ്റ് പരീക്ഷ നടപ്പിൽ വരുത്തുന്നതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരും ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വിഷയം അടിയന്തരമായി ഈ വിഷയം പരിഗണിക്കേണ്ടത് കൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് തന്നെ ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കും. പ്രജീഷ്. സന്തോഷ് വിവരങ്ങൾ നൽകിയത്. ഭീഷണിയുമായി വിജയ് മല്യ. പാസ്പോർട്ട് മരവിപ്പിച്ചതുകൊണ്ട് ആർക്കും പണം കിട്ടാൻ പോകുന്നില്ലെന്ന് മല്യ. ബ്രിട്ടൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മല്യ പറഞ്ഞു. ഫിനാൻഷ്യൽ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് മല്യയുടെ ഭീഷണി. പോലീസ് ട്രെയിനികളുടെ പോസ്റ്റൽ ബാലറ്റ് നിർബന്ധപൂർവ്വം വാങ്ങാൻ നീക്കം. തിരുവനന്തപുരം SAP ക്യാമ്പിലെ 400ഓളം ട്രെയിനികളുടെ ബാലറ്റ് വാങ്ങാനാണ് ഭരണാനുകൂല പോലീസ് അസോസിയേഷൻ നേതാവിൻ്റെ ശ്രമം. ഇതിനെതിരെ ഒരു വിഭാഗം പോലീസുകാർ SAP കമാൻഡന്റിന് പരാതി നൽകിയിട്ടും നടപടി എടുക്കുന്നില്ലെന്ന് ആക്ഷേപം ഉയർന്നു. നിർബന്ധപൂർവ്വം ബാലറ്റ് വാങ്ങിയാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മറുവിഭാഗം. തിരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയോഗിക്കപ്പെടുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വീട്ടുമേൽവിലാസത്തിൽ പോസ്റ്റൽ ബാലറ്റ് എത്തിക്കണമെന്നതാണ് തിരഞ്ഞെടുപ്പ് ചട്ടം. ഇതിനു വിരുദ്ധമായി തിരുവനന്തപുരം SAP ക്യാമ്പിലെ 400ഓളം പോലീസ് ട്രെയിനികളുടെ വ്യക്തിവിവരങ്ങൾ ഭരണാനുകൂല പോലീസ് അസോസിയേഷൻ നേതാക്കൾ ശേഖരിക്കുന്നതിനായുള്ള തെളിവുകളാണ് പുറത്തായിരിക്കുന്നത്. നിർബന്ധപൂർവ്വം വ്യക്തിവിവരങ്ങൾ ശേഖരിക്കുന്നതിന് മഹാഭൂരിപക്ഷം ട്രെയിനുകളും എതിരാണെന്നിരിക്കെ വഴങ്ങാത്തവരെ ഭീഷണിപ്പെടുത്തിയാണ് വ്യക്തിവിവരങ്ങൾ ശേഖരിക്കുന്നത്. പോലീസ് അസോസിയേഷൻ നേതാവും ട്രെയിനുകളുടെ മേലുദ്യോഗസ്ഥനുമായ സുരേഷാണ് നിർബന്ധപൂർവ്വം വ്യക്തിവിവരങ്ങൾ ശേഖരിക്കുന്നത്. ട്രെയിനുകളെ കൊണ്ട് തന്നെയാണ് പട്ടിക നിർബന്ധപൂർവ്വം തയ്യാറാക്കിച്ചിരിക്കുന്നത്. തയ്യാറാക്കിയ പട്ടികയുടെ കോപ്പി സഹിതം SAP കമാൻഡന്റിന് പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് MP-ആയി ചലച്ചിത്രതാരം സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യസഭാ അധ്യക്ഷൻ ഹമീദ് അൻസാരിയുടെ മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി ഭാര്യ രാധികയും മക്കളും രാജ്യസഭയുടെ സന്ദർശക ഗ്യാലറിയിൽ എത്തിയിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായി സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കറെ റിയോ ഒളിമ്പിക്സിന്റെ അംബാസഡറാക്കാൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ തീരുമാനം. ഒളിമ്പിക് അസോസിയേഷന്റെ ക്ഷണം സച്ചിൻ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സൽമാൻ ഖാനെ ഒളിമ്പിക്സിന്റെ ഗുഡ്വിൽ അംബാസഡറാക്കാൻ തീരുമാനിച്ച അസോസിയേഷന്റെ തീരുമാനം വിവാദമായതിന് തൊട്ടു പിന്നാലെയാണ് സച്ചിനെ കൂടി അംബാസഡറാക്കാൻ ഒളിമ്പിക്സ് അസോസിയേഷൻ തീരുമാനിച്ചത്. സച്ചിന് പുറമെ സംഗീത ലോകത്തു നിന്നുള്ള ഒരു താരത്തെ കൂടി അംബാസഡറാക്കാൻ അസോസിയേഷൻ പദ്ധതിയിടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് സൽമാനെ അംബാസഡർ ആക്കാൻ അസോസിയേഷൻ തീരുമാനിച്ചത്. എന്നാൽ കായിക ലോകത്തിന് പുറത്തുനിന്നുള്ള ആളെ ഗുഡ്വിൽ അംബാസഡർ ആക്കുന്നതിനെതിരെ യോഗേശ്വർ ദത്ത് അടക്കമുള്ള ഒളിമ്പ്യന്മാർ രംഗത്തെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് സച്ചിനെ കൂടി അംബാസഡർ ആക്കാൻ തീരുമാനിച്ചത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ നിലപാട് എടുത്തിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൗഡ പറഞ്ഞു. I have told on the floor of the house and even now also I am telling this is the within the domain of the judiciary. നിങ്ങൾ CM പിന്നെ ചീഫ് ജസ്റ്റിസ് രണ്ടാൾ കൺകറായിട്ട് ഒരു പ്രപ്പോസൽ അയച്ചാൽ ഇറ്റ് ഈസ് സർട്ടൻലി ദി സെൻട്രൽ ഗവൺമെൻറ് വിൽ കൺസിഡർ ഇറ്റ്. അൺലെസ് ഇറ്റ് ഈസ് കൺകർഡ് ബൈ ദി ചീഫ് ജസ്റ്റിസ് ആൻഡ് ദി ചീഫ് മിനിസ്റ്റർ, the central government has no role to play as far as the bench of the High Court is concerned. The Chief Justice of Kerala, he has to concur with the proposal of the Kerala state government, then they have to send it to us. സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ RSS UDF ബന്ധമെന്ന് പിണറായി വിജയൻ. ഏതാനും സീറ്റുകളിൽ RSSന് ജയിക്കാൻ UDF വോട്ട് മറിക്കാനാണ് ധാരണയെന്നും പിണറായി പറഞ്ഞു. RSSന് വിജയിക്കേണ്ട മണ്ഡലങ്ങളിൽ RSS സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കോൺഗ്രസും UDFും RSSനെ സഹായിക്കും. തിരിച്ചെല്ലാ മണ്ഡലങ്ങളിലും UDFനെ RSS സഹായിക്കണം.
കരിപ്പൂർ വിമാനത്താവളത്തിലെ ഫയർ സീനിയർ സൂപ്രണ്ട് നജീബും കുടുംബവും പഴവെള്ളരി കൃഷിയിൽ പരീക്ഷണത്തിലാണ്. വിളവെടുപ്പിൽ ലഭിക്കുന്ന തുക മുഴുവൻ കൊണ്ടോട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കുകയാണ് ഈ കുടുംബം. എയർപോർട്ടിന് സമീപം 1.5 ഏക്കർ വയൽ പാട്ടത്തിനെടുത്താണ് നജീബിന്റെ കൃഷി. പൂർണ്ണമായും ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത്. മലബാറിൽ അത്ര പരിചിതമല്ലാത്ത പഴവെള്ളരിയിലാണ് പരീക്ഷണം. ആദ്യ വിളവെടുപ്പിൽ 2 ടൺ വെള്ളരി കിട്ടി. കിലോക്ക് 40 മുതൽ 50 രൂപ വരെ വിലയും കിട്ടി. ഈ തുക കൊണ്ടോട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾക്ക് നൽകി. ജൈവ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കൂലി ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. ഷിഫ്റ്റ് ഇല്ലാത്ത സമയത്ത് വന്നിട്ട് രാവിലെയും വൈകിട്ട് വന്നിട്ട് നനയ്ക്കലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യലും കുട്ടികളായിട്ട് വന്ന് അവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത്. കേഷ് ഞാൻ കൊണ്ടോട്ടി പാലിയേറ്റീവ് കെയറിന് കൊടുക്കാനുള്ള തീരുമാനമാണ്. മുഴുവൻ തുകയും, അല്ലാതെ ലാഭം മാത്രമല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ തുകയും പാലിയേറ്റീവ് കെയറിന് കൊണ്ടോട്ടിയിലെ ബ്രാഞ്ചിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജോലി തിരുവനന്തപുരം വിമാനത്താവളത്തിലായിരുന്ന കാലത്ത് പഴവെള്ളരിയും മുല്ലയും കൃഷി ചെയ്ത് വിജയിച്ച അനുഭവവും നജീബിനുണ്ട്. കൃഷിയിൽ സഹായിക്കാൻ സ്വന്തം മക്കളും ഭാര്യയും കൂടെയുണ്ടാവും. പഴച്ചാറായി ഉപയോഗിക്കുന്ന ഈ വെള്ളരി വലിയ പോഷക ഗുണമുള്ളതാണെന്നും നജീബ് പറയുന്നു. ജൈവകൃഷിയിലും ജീവകാരുണ്യത്തിലും സ്വയം പര്യാപ്തതയിലുമെല്ലാം വിമാനത്താവളത്തിലെ ഈ ഉദ്യോഗസ്ഥൻ നമുക്ക് മാതൃകയാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പ്രമുഖ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമായ KLM ഗ്രൂപ്പിന് ഇനി പുതിയ പേരും ലോഗോയും. KLM ആക്ടിവ ഫിൻവെസ്റ്റ് എന്നാണ് കമ്പനി ഇനി മുതൽ അറിയപ്പെടുക. ലോഗോ സിനിമാ താരം ഇഷ തൽവാർ പ്രകാശനം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ കമ്പനി ചെയർമാൻ ഷിബു തെക്കുംപുറം, മാനേജിംഗ് ഡയറക്ടർ ജോസ് കുട്ടി സേവ്യർ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KR വിശംബരൻ, ഡോക്ടർ J. അലക്സാണ്ടർ തുടങ്ങിയവർ പങ്കെടുത്തു.